شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖിയാമ ആണ്. 15 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 16 മുതൽ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ് ഖുർആനഹു ثم إن علينا بيانه. 16 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിരുന്ന വിഷയം 14ഉം 15ഉം ആയത്തുകളാണ് അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ. മനുഷ്യൻ എന്തു ന്യായങ്ങൾ നിരത്തിയാലും ശരി, മനുഷ്യൻ തന്നെ അവനെതിരിൽ തെളിവാണ്. അവൻ്റെ അവയവങ്ങൾ തന്നെ അവനെതിരിൽ തെളിവായി നിൽക്കും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ല എന്ന് അള്ളാഹു മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അവസാനമായി ചർച്ച ചെയ്തിരുന്ന വിഷയം ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ എന്ന ആയത്തിൻ്റെ മറ്റൊരു വശമായിരുന്നു. അതായത് മനുഷ്യനെക്കുറിച്ച് ശരിക്കറിയുന്നവനാണ്. മനുഷ്യൻ അവനെക്കുറിച്ച് തന്നെ ഉൾക്കാഴ്ചയുള്ളവനാണ്. അവൻ്റെ കുറ്റങ്ങളും കുറവുകളും കൃത്യമായി അറിയുന്ന അയാളാണ് എന്നതുകൊണ്ട് തന്നെ അവൻ സ്വയം കുറ്റങ്ങളും കുറവുകളും നികത്താനാണ് ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർ ഇത് ചികഞ്ഞന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പിറകെ പോകുകയല്ലോ അല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. സ്വന്തം തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടത്. ആ സ്വയം തെറ്റുകൾ തിരിച്ചറിയാനും അത് തിരുത്താനുമുള്ള മാർഗങ്ങളായിരുന്നു നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത്. പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഒരു മുർഷിദായ അതല്ലെങ്കിൽ ഒരു ഷെയ്ഖിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന, നമ്മളെ നല്ല വഴിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ഷെയ്ഖിൻ്റെ സഹായം തേടുക. അതല്ലെങ്കിൽ നമ്മളെ നല്ലൊരു കൂട്ടുകാരനെ തെരഞ്ഞുപിടിച്ച് ആ കൂട്ടുകാരൻ്റെ ഒപ്പം കൂടുക. അയാൾ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ശത്രുക്കൾ പറയുന്ന ആ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെയൊക്കെ ശത്രുക്കൾ പറയുന്നത് നമ്മുടെ തെറ്റുകളായിരിക്കും. നമ്മുടെ ഗുണം എന്തായാലും അവർ പറയില്ലല്ലോ. അപ്പോൾ ആ തെറ്റുകൾ നമ്മൾ തിരുത്താൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു മാർഗമാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വിട്ടുപോയ അവസാനത്തെ ഒരു മാർഗമാണ്, ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ആളുകൾ എന്തൊക്കെയാണോ മോശമായി കാണുന്നത് അതൊക്കെ നമ്മളെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്ക് ചിലത് ശരിയായി തോന്നാം, ചിലത് തെറ്റായി തോന്നാം. പക്ഷെ അങ്ങനല്ല. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ആ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ ആ ആളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, ജനങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതെന്ന് നമുക്കൊരു ധാരണയുണ്ടാവും, ആളുകൾക്കൊരു ധാരണയുണ്ടാവും. ആ കാര്യങ്ങൾ പൊതുവെയും നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മളിൽ നിന്ന് നമ്മളത് ഒഴിവാക്കുക. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവും. മറ്റത് ചിലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിയായിരിക്കാം, പക്ഷേ സമൂഹത്തെ സംബന്ധിച്ച് ശരിയായിക്കോളുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലുള്ള ആളുകളിൽ നിന്നും ഉണ്ടാവരുത് എന്ന് പ്രതീക്ഷിക്കുന്നുവോ ആ കാര്യങ്ങളൊന്നും നമ്മിൽ നിന്നും ഉണ്ടാവരുത്. അങ്ങനെ എല്ലാവരും തീരുമാനിച്ച മാഷാ അല്ലാഹ് വളരെ ഉഷാറായില്ല. അങ്ങനെയാണ് സ്വയം കുറ്റങ്ങൾ കണ്ടെത്തുകയും ആ കുറ്റങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ, ആ ന്യൂനതകൾ, ആ കുറവുകൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തീരുമാനിച്ചാലോ വേറൊരാൾക്ക് വെറുപ്പുണ്ടാകുന്ന, അത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്നിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഒരു സമൂഹത്തിലെ ഓരോരുത്തരും തീരുമാനിച്ചാൽ പിന്നെ ആ സമൂഹം വളരെ ഉഷാറായില്ലേ മാഷാ അല്ലാഹ്. അവിടെ എന്ത് പ്രശ്നം പിന്നെ ഉണ്ടാവുക? ആർക്കും ഒരു വേണ്ടാത്ത പ്രവൃത്തികളും ഒന്നും അവിടെ നടക്കൂല. ആർക്കും ഇഷ്ടമില്ലാത്തത് അവിടെ നടക്കൂല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ഇങ്ങനെ നമ്മൾ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പരമാവധി തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും അത് തിരുത്തുകയും ചെയ്യുക. അല്ലാഹു തആല സഹായിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആയത്തിലേക്ക് വരികയാണ്. 16ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. വഹയി ഇറങ്ങുന്ന സമയത്ത്
വളരെ പെട്ടെന്ന് അത് ഓതിയെടുക്കാൻ ഒരു തത്രപ്പാട് അല്ലെങ്കിൽ ഒരു ധൃതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിരുന്നു. ആ വഹയി അവതരിപ്പിച്ച് തരുന്നത് മറന്നുപോകുമോ എന്ന പേടി കൊണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. ഇനി ആ ഒരു വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ ബേജാറാവേണ്ടതില്ല, നിങ്ങളത് ധൃതിപ്പെട്ട് ഓതേണ്ടതില്ല. പിന്നെ ഞാനത് ക്രോഡീകരിക്കേണ്ടതും അത് വിശദീകരിക്കേണ്ടതും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തേണ്ടതിനൊക്കെ ബാധ്യത എൻ്റേതാണ്. അങ്ങ് ഓതി കേൾപ്പിക്കപ്പെട്ടു തരുമ്പോൾ അത് കൃത്യമായി ശ്രദ്ധിച്ചാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുകയും അവിടുത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ്. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ധൃതിപ്പെട്ട് കരസ്ഥമാക്കാനായി ഖുർആൻ കൊണ്ട് നാവിനെ താങ്കൾ ചലിപ്പിക്കേണ്ട. അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ലാ തുഹർരിക്, നബിയെ അങ്ങ് ചലിപ്പിക്കേണ്ടതില്ല, ബിഹി ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട്, ലിസാനക അങ്ങയുടെ നാവിനെ. എന്തിന്? ലിതഅജല ബിഹി, ആ പരിശുദ്ധ ഖുർആൻ വേഗം അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം നിങ്ങൾക്ക് അതിങ്ങനെ ഓതിത്തരുന്ന സമയത്ത് വേഗം നിങ്ങളെ മനസ്സിലേക്ക് അതുങ്ങൾ ഹൃദയസ്ഥമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാവ് കൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് പറയണം എന്നില്ല. അങ്ങനെ പറയണ്ട. അങ്ങനെ പറയണ്ട എന്ന് പറയാനുള്ള കാരണം ശേഷം പറയുന്നുണ്ട്, ഇന്ന അലൈനാ ജംഅഹു ഖുർആനഹു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിത്തരുന്നതും അത് ഓതിത്തരേണ്ടതും അത് വിശദീകരിച്ച് തരേണ്ടതൊക്കെ ബാധ്യത എൻ്റേതാണ്, അങ്ങത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്ന് പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആന്റെ സന്ദേശങ്ങൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ, ആയത്തുകൾ കേൾപ്പിക്കുമ്പോൾ ആ ഓതി കേൾപ്പിക്കുന്നത് അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ ധൃതിപ്പെട്ട് ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമിച്ചിരുന്നു. ഏതെങ്കിലും വാക്ക് മറന്നുപോകുമോ എന്ന് ഭയപ്പെട്ടതിനാൽ ഉടനടി മനഃപ്പാഠമാക്കുവാനാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്. ഇത് സംബന്ധമായിട്ടാണ് ഈ വാക്യങ്ങൾ അവതരിച്ചത്. വേറെയും സൂറകളിൽ ഇത്തരം പരാമർശങ്ങളുണ്ട്. സൂറത്തു ത്വാഹയിൽ 114-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇത് തന്നെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യു വഖുർ റബ്ബി സിദ്നി ഇൽമാ. നബിയെ, അങ്ങ് ഖുർആൻ കൊണ്ട് ആ വഹ്യ് അങ്ങേക്ക് പരിപൂർണമായി പറഞ്ഞു തരുന്നതിന് മുമ്പ് ധൃതിപ്പെട്ട് ഓതേണ്ടതില്ല. അങ്ങനെ തന്നെ കൃത്യമായി ഇവിടെ പറഞ്ഞു, മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു, ആ വഹ്യ് അങ്ങേക്ക് പൂർണ്ണമായി പറഞ്ഞു തരുന്നതിന് മുമ്പ് വലാ തഅജൽ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് അങ്ങ് ധൃതിപ്പെട്ട് ഓതേണ്ടതില്ല. നിങ്ങൾ ഇത്ര പറഞ്ഞാൽ മതി. വഖുർ റബ്ബി സിദ്നി ഇൽമാ, വഖുർ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹു എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അങ്ങ് ദുആ ചെയ്യുക. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി, ബാക്കിയെല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് അല്ലാഹു തആല ഇവിടെയും പറയുന്നത്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനഃപ്പാടമാക്കാനുള്ള അത്യാഗ്രഹം, പരിശുദ്ധ ഖുർആൻ വളരെ പെട്ടെന്ന് മനഃപ്പാടമാക്കണമെന്ന ഉത്കടമായ ആഗ്രഹം, ആ ഒരു ആഗ്രഹവും ഉണ്ട് ഈ ഒരു ഓത്തിന് പിന്നിൽ, ഈ ധൃതിപ്പെട്ട് ഓതുന്നതിന് പിന്നിൽ. അതുപോലെ തന്നെ മറന്നു പോകുമോ എന്ന പേടിയുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഇപ്പൊ നമ്മൾ ഓതി വെച്ച സൂറത്ത് ത്വാഹയിലെ ഈ ആയത്തിൽ ഒരു കാര്യം കൂടെ അല്ലാഹു തആല നബിയോട് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമു വർദ്ധിപ്പിച്ചു തരണമേ എന്ന് താങ്കൾ ദുആ ചെയ്യുകയും ചെയ്യുക. അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഇവിടെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഏറ്റവും വലിയ ആലിമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിലേറെ വലിയൊരു പണ്ഡിതനില്ലല്ലോ ലോകത്ത്, ഇല്ല. എന്നിട്ടും അല്ലാഹു തആല പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ ദുആ ചെയ്യണം, റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചുകൊണ്ടാ. അപ്പോൾ എത്ര വലിയ പണ്ഡിതനായാലും അറിവ് മതിയാവുകയില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ഞാൻ ഇനി ഒന്നും പഠിക്കാനില്ല എന്നൊരവസ്ഥ ഒരു മനുഷ്യന് വരൂല. എത്ര വലിയ പണ്ഡിതനായാലും വീണ്ടും പഠിക്കാനുണ്ടാകും. അതുകൊണ്ടാണ് കൂടുതൽ അറിവ് ലഭിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അല്ലാഹു തആല നിർദ്ദേശിച്ചത്. ഈ ആയത്തിൽ നിന്ന് മറ്റൊന്നുകൂടെ നമുക്ക് പഠിക്കാം. ഇൽമു വർദ്ധിക്കാൻ വേണ്ടിയും ഉള്ള ഇൽമു നാഫിആൻ വേണ്ടിയും അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന്. അതാണിപ്പോൾ റബ്ബി സിദ്നി ഇൽമ എന്ന് പറഞ്ഞിട്ട് അർത്ഥം. ഏതെങ്കിലും ഇൽമു എനിക്ക് കൂട്ടിത്തരണം എന്നല്ല. അങ്ങനെ ഏതെങ്കിലും ഇൽമു കൂട്ടിത്തന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നാഫിആ ഇൽമാണ്. ഇൽമു കൂടുകയും വേണം, ഉള്ള ഇൽമു നാഫിആവുകയും വേണം. ഇൽമ് 2-3 തരത്തിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഒന്ന്, മനുഷ്യന് അതല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഇൽമ്, ദീനിലും ദുന്യാവിലും, ഇഹലോകത്തും വേണം. പിന്നെന്താണ് പറയുക, അവരുടെ ദീനീയായ കാര്യങ്ങളിലും ആ ഇൽമ് ഉപകാരപ്പെടണം. അപ്പോൾ ഇവിടുത്തെ മൈശത്തിന് കാര്യങ്ങൾ, ആ
ഇത് പിന്നെ ഇൽമ കൊണ്ട് കിട്ടണം. ദീനിൽ ഇബാദത്തുകൾക്കും മറ്റും ആ ഇൽമ സഹായിക്കുകയും വേണം. രണ്ട് പിന്നെ ഇൽമുൻ ലാറുൻ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഇൽമുൻ നാഫിഉൻ എന്ന വിഭാഗത്തിലാണ് പെടുക. ഇൽമുൻ നാഫിഉൻ, നാഫിഅ ഇൽമ, അതിൻ്റെ അർത്ഥം മനുഷ്യന് ദീനിലും ദുനിയാവിലും ഉപകാരപ്പെടുന്ന ഇൽമ്. ഇനി ഇൽമുൻ ലാറുൻ, ഇൽമുൻ ലാർ, ലറ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാക്കി എന്നല്ലേ, ബുദ്ധിമുട്ടാക്കുന്ന ഇൽമ് എന്ന് പറഞ്ഞാൽ നാഫിഇന്റെ നേരെ ഓപ്പോസിറ്റ് ഇൽമുൻ ലാറുൻ. അത് എന്താണത്? ഒരു മനുഷ്യനെ ദീനിലും അടങ്ങാറാക്കും, ദുനിയാവിലും അടങ്ങാറാക്കും. അങ്ങനെ കുറെ ഇൽമുകൾ ഉണ്ടാവും. അവന് ദീനും അതുകൊണ്ടുണ്ടാവും, ദുനിയാവും അതുകൊണ്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. വേറെ ഒരു ഇൽമുണ്ട്, ഇൽമുൻ ലാ ഹുവ ബിൻ നാഫിഇ വലാ ഹുവ ബിൽ ളാരി. അത് നാഫിഉ അല്ല എന്ന ളാറും അല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല എന്നാൽ പ്രത്യേകിച്ച് ഇടങ്ങാറുമില്ല, മുസീബത്തും ബുദ്ധിമുട്ടുമില്ല. അങ്ങനത്തെ ഇൽമു ഉണ്ടാവും. അതാണ് മൂന്നാമത്തെ ഇൽമ്. അത് പണ്ഡിതന്മാർ എണ്ണിയത് ഇൽമുൻ ളാറിൽ തന്നെയാണ്. കാരണം വെറുതെ സമയം ചെലവാക്കാനുള്ള അതിനുണ്ടാവുന്നത്. ഒരു കാര്യമില്ലാത്ത ഇൽമ പഠിച്ചാൽ അതുകൊണ്ട് വെറുതെ സമയം ചെലവാക്കില്ല. വെറുതെ സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അതും ഇൽമുൻ ളാറിൽ പെട്ടതാണ്. അപ്പൊ മൂന്ന് തരം ഇൽമ്: ഇൽമുൻ നാഫിഉ, ഇൽമുൻ ളാർ, ഇൽമുൻ ലാ ഹുവ ബിൻ നാഫിഇ വലാ ഹുവ ബിൽ ളാരി, രണ്ടും അല്ലാത്ത ഇൽമ്. ഇതിലെ മുഅ്മിനായ മനുഷ്യന് സ്വീകരിക്കേണ്ടത് നാഫിഅ ഇൽമാണ്. ഓന് ദുനിയാവിലും അത് ഉപകാരപ്പെടണം, ദീനിലും ഉപകാരപ്പെടണം. അപ്പോൾ രണ്ട് ഇൽമും പഠിക്കണം എന്നർത്ഥം. ദീനും ദുനിയാവും പഠിക്കണം. അത്യാവശ്യം ഡിഗ്രിയും പിന്നെന്താണ് പറയുക, മാസ്റ്റർ ഡിഗ്രിയും, അതല്ലെങ്കിൽ അത്യാവശ്യം ഒരു മഈശത്തിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആ ഒരു വിദ്യാഭ്യാസം മനുഷ്യന് വേണം. അതേസമയം അവൻ്റെ ദീനീയായ കാര്യങ്ങളുടെ ഇബാദത്തുകളും മറ്റും കൃത്യമായി കൊണ്ട് നടക്കാനുള്ള ഇൽമും അവന് വേണം. രണ്ടും ഇല്ലാതാക്കുന്ന ഇൽമുകൾക്ക് പിന്നാലെയാണ് ആൾക്കാരെന്ന് കാര്യമായിട്ട് പോണത് അല്ലേ? നമുക്കൊക്കെ ഇങ്ങനെ നോക്കിയാൽ അറിയാം ആ വിഷയം. രണ്ടും ഇല്ലാതാക്കും. ഇനി ചില ആൾക്കാർ ദുനിയാവിന് വേണ്ടി മാത്രം പഠിക്കുന്ന ആളുകളുണ്ട്, ദീൻ അവരെ അടുത്തേക്ക് പോവില്ല. എന്നിട്ട് പിന്നെ അള്ളാഹിൻ്റെ അടുക്കൽ ചെന്നാൽ പിന്നെ കൈമലർത്തും. ദുനിയാവിയായ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകും. വാപ്പ മകനെ കുറേ പഠിപ്പിക്കും, വാപ്പ മകനെ നല്ലോണം ലോൺ എടുത്തിട്ടും അതൊക്കെ പഠിപ്പിക്കും, കുറേ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊടുക്കും. ആഖിറത്ത് ചെല്ലുമ്പോൾ ആ മകൻ വാപ്പാനോട് പറയും, വാപ്പ നിങ്ങൾ എനിക്ക് കുറേ സർട്ടിഫിക്കറ്റ് ദുനിയാവ് തന്നു, പക്ഷേ ആഖിറത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നില്ലല്ലോ, നിങ്ങളെനിക്ക് തന്നില്ലല്ലോ എന്ന് പറയേണ്ട ഗതി വരുമ്പോൾ അല്ലാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. അപ്പോൾ ദീനും ദുനിയാവും രണ്ട് വിദ്യാഭ്യാസങ്ങളും മക്കൾക്ക് കൊടുക്കുക. അപ്പോഴേ കാര്യം ശരിയാവുകയുള്ളൂ, അപ്പോഴേ അവർ വിജയിക്കുകയുള്ളൂ. ദുനിയാവ് കൊണ്ട് മാത്രമാവില്ല, നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ നാഫിയായ ഇൽമ് അല്ലാത്ത ഒരു ഇൽമും എനിക്ക് തരരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ദുആ ചെയ്തതായി ഹദീസുകളിലുണ്ട്. അങ്ങനെ ചോദിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇൽമു നാഫി അല്ലാത്ത ഇൽമു തരരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സലുല്ലാഹ ഇൽമൻ നാഫിഅൻ, നിങ്ങൾ നാഫിഅ ഇൽമിനെ അല്ലാഹുവിനോട് ചോദിക്കണേ. വെറും ഇൽമിനെ ചോദിച്ചാൽ പോരാ, എനിക്ക് ഒരുപാട് അറിവ് തരണം എന്നല്ല ചോദിക്കേണ്ടത്. ഇൽമൻ നാഫിഅൻ, നാഫിഅ ഇൽമ തരണമെന്ന് ചോദിക്കണം. വലിയ വലിയ ആൾക്കാർ പഠിച്ചിറങ്ങിയിട്ട് ആ പഠിച്ചത് തെറ്റുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. വലിയ വലിയ ഡോക്ടേഴ്സൊക്കെ അല്ലേ, ഒരുപാട് പൈസ കൊടുത്ത് പഠിച്ചിറങ്ങിയ ഡോക്ടർമാർ, അവർ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിഡ്നി കച്ചവടം നടത്തുന്നത് നമ്മൾ കാണുന്നത്. എന്താ ഇൽമു നാഫിയായോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണ് പറയുക, പാടില്ലാത്ത പ്രാക്ടീസുകൾ, അതല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രാക്ടീസുകൾ. അതൊരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാ മേഖലയിലും അത്തരം ആളുകളുണ്ട്. നന്നായി പഠിച്ച, മതപരമായി പഠിച്ച ആളുകൾ തന്നെ ആ വിജ്ഞാനം ചൂഷണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അത് നാഫിയ ഇൽമല്ല എന്നതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, പേടിയില്ലാത്ത ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, നിറയാത്ത ശരീരത്തിൽ നിന്നും. എന്നാൽ എത്ര കൊടുത്താലും ഇനിയും വേണം എന്ന് പറയുന്ന ശരീരം, അല്ലെങ്കിൽ വയറ് എന്നൊക്കെ അർത്ഥം പറയാം. എന്ന് പറഞ്ഞാൽ മതിയാവാത്ത ഒരു സ്വഭാവമല്ലേ നമ്മുടെ ശരീരത്തിന് കിട്ടിയത്, മതിയാവാത്തൊരു സ്വഭാവം, അതിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം നൽകപ്പെടാത്ത ദുആയിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പോൾ പ്രത്യേകമായി തഅവ്വുദ് ചെയ്യാൻ വേണ്ടി നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുആയുമാണത്. വേറെയും ഒരു ദുആ ദ്വാരന്നിരുന്നു എന്നാണ്. അല്ലാഹുവേ, നീ എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പ്രയോജനം നൽകണമേ, മാത്രമല്ല പ്രയോജനമുള്ളത് എനിക്ക് പഠിപ്പിക്കുകയും ചെയ്യണമേ, എനിക്ക് അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. എല്ലാ അവസ്ഥയിലും അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما رب زدنا علما والحمد لله على كل حال.
അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉന വൻഫഅനാ ബിമാ അല്ലംതന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് കൊണ്ട് പ്രയോജനം നൽകണമേ, പ്രയോജനമുള്ളത് പഠിപ്പിക്കുകയും ചെയ്യണമേ. ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെ ഒരു ആശയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ദുആ ചെയ്യാം. റബ്ബി സിദ്നി ഇൽമ എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നാഫിയ ഇൽമിനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കുറച്ചുകൂടെ ഇത് സംബന്ധമായി പറയാനുണ്ട്, അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.